ചേർത്തിരിക്കുന്നവരിലേക്ക് മാത്രമായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ചുരുങ്ങുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിപുലമായ അധികാരങ്ങളാണുള്ളത്. PMLA പ്രകാരം അവർക്ക് ഈ കേസിൽ പ്രതി ചേർക്കപ്പെടാത്ത ആളുകളുടെ വീടുകളിലേക്ക് പോലും അല്ലെങ്കിൽ അവരുടെ സ്വത്തുവകകളിലേക്ക് പോലും അന്വേഷണം കൊണ്ടുപോകാൻ കഴിയും. അത് നമുക്ക് തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കേസ് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ആ കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർക്കാത്ത CPM നേതാക്കളുടെ വീടുകളിലടക്കമാണ് അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുകയും അവരുടെ സ്വത്തുവകളടക്കം മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിലും ഏതൊക്കെ ആളുകളിലേക്ക് ഈ അന്വേഷണം പോകും എന്നത് ഇപ്പോഴും വ്യക്തമല്ല. 21 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നു എന്നതാണ് ED വിശദീകരിച്ചിരിക്കുന്നത്. അവരുടെ വാർത്താക്കുറിപ്പ് അല്പസമയത്തിനകം പുറത്തേക്ക് വരും. അപ്പോഴായിരിക്കും ലൊക്കേഷൻസ് ഏതൊക്കെയാണ് കൃത്യമായും വ്യക്തമാകുന്നത്. എന്തായാലും കേരളം, തമിഴ്നാട്, കർണാടക 3 സംസ്ഥാനങ്ങളിലായി രാജ്യത്തെ വിവിധ ED യൂണിറ്റുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ എത്തിച്ചുകൊണ്ട് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ED ഈ റെയ്ഡിലേക്ക് കടന്നിരിക്കുന്നതെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യാപകമായ പരിശോധന മുന്നിലേക്ക് പോകുന്നുണ്ട്. അത്രത്തോളം നിർണായകമായ റെയ്ഡ്, അതും ഒരേ സമയം തന്നെ 21ഓളം കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതാ ഇപ്പോൾ N. വാസുവിന്റെയും പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും വീടിന്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പുലർച്ചയോടുകൂടി തുടങ്ങിയ റെയ്ഡാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ. അതിപ്പോഴും പുരോഗമിക്കുകയാണ്. മണിക്കൂറുകളോളം റെയ്ഡ് നീണ്ടേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അത് ഏതെല്ലാം തലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ, എവിടെയെല്ലാം പങ്കുണ്ട്, അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ആയാലും ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഇടങ്ങളിലായാലും കേരളത്തിൽ പ്രതികളുടെ വീട്ടിലാണെങ്കിൽ പോലും ആ പ്രദേശങ്ങളിലെല്ലാം തന്നെയും റെയ്ഡ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിർണായകമായ EDയുടെ നടപടിയാണ്. കേസ് രജിസ്റ്റർ ചെയ്തു, ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം റെയ്ഡ്, മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെ പോകും? ഇതെല്ലാം സ്വാഭാവിക നടപടിക്രമങ്ങളാണ്. ഈ രീതിയിലെ പരിശോധന മുന്നിലേക്ക് പോകൂ, അത് ശരിയാണ്. പക്ഷേ ഈ റെയ്ഡ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ 21ഓളം കേന്ദ്രങ്ങളിൽ ഒരേ സമയം തന്നെ പരിശോധന നടക്കുകയാണ്. കേരളത്തിന് പുറത്ത് അവിടെയുള്ള ED ഉദ്യോഗസ്ഥർ പോലും രംഗത്തിറങ്ങിക്കൊണ്ട് 100ഓളം ഉദ്യോഗസ്ഥർ ഇപ്പോൾ പല ഇടങ്ങളിലായി പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ ചെന്നൈയിൽ പരിശോധനയുണ്ട്, ബംഗളൂരുവിൽ പരിശോധനയുണ്ട്, ബെല്ലാരിയിൽ പരിശോധനയുണ്ട്, സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധനയുണ്ട്, പ്രതികളുടെ വീട്ടിൽ പരിശോധനയുണ്ട്. പിന്നെ രേഖകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുകൂടി EDയുടെ പരിശോധന നടക്കുന്നുണ്ട്. അങ്ങനെ 21 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ EDയുടെ നിർണായകമായ നടപടി മുന്നിലേക്ക് പോകുന്നത്.